24 വരെ പേപ്പറുള്ള 2009 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിൽ. നല്ല സീറ്റ് കവേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓട്ടം കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 2014 സ്പോർട്സ് ഓപ്ഷനിലാണ്. അതായത് അലോയ്സ് വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഓട്ടോ വെഞ്ചറിലേക്ക് വന്നിരിക്കുകയാണ്. സ്വാഗതം. എന്തായാലും പേരെന്താ? വിവേക്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ് വീഡിയോന്റെ? നമുക്ക് കുറെ വണ്ടി പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇന്ന് എല്ലാ സെഗ്മെന്റും നമ്മൾ കാണിക്കണ്ടോ? ഓക്കെ. കോഴിക്കോട് കൊടുവള്ളി വെച്ചാൽ സൗത്ത് കൊടുവള്ളി മെയിൻ ടൗൺ എത്തണ്ട. കൊടുവള്ളിയിൽ കോഴിക്കോട് വയനാട് റൂട്ടിൽ കൊടുവള്ളിയാണ്. കോഴിക്കോട് ടൗൺ കഴിഞ്ഞൊരു 10 കിലോമീറ്റർ. ഒരു ടൗൺ കഴിഞ്ഞാൽ നമുക്കൊരു 16 കിലോമീറ്റർ. ഓക്കെ. അതാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നല്ല വണ്ടികൾ, മോഡൽ കൂടിയ വണ്ടികൾ തന്നെയാണ്. അത് മാക്സിമം ഉള്ളത്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. എല്ലാ സെഗ്മെന്റും. ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ റോഡ് സൈഡ് തന്നെയാണ്, ഹൈവേ സൈഡ് തന്നെയാണ്. വാഹനങ്ങളുടെ ശബ്ദം കുറച്ച് അധികം കേൾക്കാം. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം അല്ലേ? പോകാം. എറ്റിയോസ് ലിവയാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ വി ലിമിറ്റഡ് ആണ്. പെട്രോൾ ആണ്. വി ലിമിറ്റഡ് ടോപ്പൻ ആണല്ലേ? അതെ. 2016 മോഡൽ. ഓക്കെ. പെട്രോൾ വണ്ടി. 1.2 ലിറ്റർ. ഒരു 12 to 15, 16 റേഞ്ച് വരെ മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ബാക്കി എത്ര കിലോമീറ്റർ ഓടി? നമുക്ക് 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നമുക്കൊരു 4,95,000 രൂപ കൊടുക്കാം. 495. 2016 45,000 കിലോമീറ്റർ ഓടിയ വി ലിമിറ്റഡ് ഓപ്ഷൻ ഡ്യുവൽ ടോൺ ലിവ പെട്രോള് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം അതിന്റെ മേലെ ലോൺ ചെയ്ത് കൊടുക്കാം. വേറെ എന്താ വർക്ക് ഉണ്ട് ഇതിലിപ്പോൾ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിപ്പോ എന്തെങ്കിലും മൊത്തത്തിൽ വന്നിട്ടേ ഉള്ളൂ. വണ്ടി ഒന്ന് വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. ഓക്കെ. അപ്പോൾ എല്ലാം ഫുൾ പോളിഷ് ഒക്കെ ചെയ്തിട്ടുള്ള കൊടുക്കാം, ക്ലീൻ ആയി കൊടുക്കും അല്ലേ? ഓക്കെ. ലോണ് മാക്സിമം കയറുന്നുണ്ട്. അടുത്ത വണ്ടിയിലൂടെ അടുത്തൊരു 7 സീറ്റർ ട്രൈബറാണ്, റിനോ ട്രൈബർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡലാണ്. അത് 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 21 പറയുമ്പോൾ 4 വർഷമായി. അതെ. കിലോമീറ്റർ കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ? ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ RXT ആണ്. RXT ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിൽ ക്ലെയിമും കാര്യമൊന്നുമില്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. അഡീഷണൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ടയർ കുറച്ച് കുറവുണ്ടേ ഉള്ളൂ. ഓക്കെ. വേറെ ഇഷ്യൂസ് നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഓട്ടോകോണിന്റെ വാറണ്ടി 1 ഇയർ കൊടുക്കാം. 1 ഇയർ വാറണ്ടി ഉണ്ടല്ലോ. ഓക്കെ. 2021 27,000 കിലോമീറ്റർ ഓടിയ RXT ഡ്രൈവറാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 5,35,000 രൂപയ്ക്ക് കൊടുക്കാം. 5,35,000. മാനുവൽ വാഹനമാണ്. 7 സീറ്ററിൽ പെട്രോളിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഒരു 13-16 അല്ലേ മൈലേജ് ഉണ്ട്. ആ റേഞ്ച് ലോങ്ങൊക്കെ പോകുമ്പോൾ മൈലേജും കിട്ടും. ഓക്കെ. ലോൺ എത്ര കയറുമില്ല? 5 ലക്ഷത്തിന് അടുത്ത് തന്നെ ലോൺ കയറും. 4.5 എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. അടുത്ത റിനോയുടെ തന്നെ ക്യാപ്ചർ KL 57 ഒരു SUV സെഗ്മെന്റ് വാഹനമാണ്. ഇതെങ്ങനെയാണ്? 2017 മോഡലാണ്. അത് നമുക്ക് 70,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലാണ്. 17 ഡീസൽ. ഇതിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? നമുക്കൊരു 15-16 റേഞ്ച്. ഇത് എത്ര CC വരുന്നത്? 110 PS വരും. 1500 CC വരും. ഓക്കെ. 110 PS ആണ്. ഓക്കെ. നമ്മുടെ ഡസ്റ്ററിൽ 110 PS വരുന്ന സെയിം എഞ്ചിനായിരിക്കും. ഓക്കെ. ക്യാപ്ചർ പക്ഷേ സ്റ്റൈലിഷ് SUV ആണ്. ഏതാ ഫീച്ചർ? ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. അതെ. അന്ന് ഇറങ്ങി RXT ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിൽ. നല്ല സീറ്റ് കവേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓട്ടം കിലോമീറ്റർ 70,000 കിലോമീറ്റർ. സർവീസ് ഉണ്ടോ? സർവീസ് കമ്പനി ഉണ്ട്. പ്രോപ്പർ ഉണ്ടല്ലോ. ഓക്കെ. 70,000 ഓടിയ വാഹനം. എത്ര കൊടുക്കുക ഇത്? നമുക്കൊരു 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം. 1 ഇയർ വാറണ്ടി എടുത്ത് കൊടുക്കാം. വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. 110 15-16 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു ഡീസൽ വണ്ടി. ഓക്കെ. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. വേറെ വർക്കൊന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വർക്ക് വരാറുണ്ടോ? സർവീസ് കോസ്റ്റുകൾ കൂടും കുറച്ച്. നമുക്ക് ബാക്കിയുള്ള മാരുതി ഹുണ്ടായിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ വണ്ടിയിൽ പവർ നമുക്ക് പിന്നെ ഓടിക്കാനുള്ള സുഖം കാര്യങ്ങളെല്ലാം കംഫർട്ടാണ് മെയിനായിട്ട്. അതെ. ഓക്കെ. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ പിന്നെ 16 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 16 ശേഷമുള്ള എല്ലാ വണ്ടികളും 1 ഇയർ വാറണ്ടി കൊടുക്കും. 1 ഇയർ വാറണ്ടി. കിലോമീറ്റർ അങ്ങനെ തോന്നുന്നല്ലോ. 1 ലക്ഷം കിലോമീറ്റർ വരെ കൊടുക്കും. 1 ലക്ഷം കിലോമീറ്റർ. ഓക്കെ. അടുത്ത
അടുത്തത് ഡിസയർ ആണ്. ഡിസയർ KL 56 KL 56 L 4122. 4122 56 എന്ന് പറയാൻ കൊയിലാണ്ടിയാണ്, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? നിലവിൽ 2015 മോഡലാണ്. VXI ആണ്. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ ആണ്, 15 മോഡൽ. ഓക്കെ, അത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 65,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ 65 ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി സർവീസ് ഉണ്ട്. പ്രോപ്പർ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ലിവാൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അതെ, ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ലോ. ഓക്കെ, നിലവിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, 16 ആണ് അല്ലേ രണ്ട് വണ്ടി? അതെ. നമുക്കൊരു 4,10,000 രൂപയ്ക്ക് കൊടുക്കാം. 4,10 VXI 2016 ഡിസയർ 15 ഡിസയർ നിങ്ങൾക്ക് 4,10 കൊണ്ടുപോകാം. ഒരു 3-3.5 ലോൺ കയറും എന്തായാലും. എന്തൊക്കെ വർക്കുണ്ടോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി ഇത് രണ്ടെണ്ണം ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഡെലിവറി കൊടുക്കുള്ളൂ. ഓക്കെ, എന്തായാലും പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. മാക്സിമം ലോണും കയറുന്നുണ്ട്. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ഹ്യുണ്ടായി i20 ആണ്. എലൈറ്റ് ഷേപ്പ് KL 16 രജിസ്ട്രേഷൻ ആണ്, ആറ്റിങ്ങൽ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡലാണ്. സ്പോർട്സ് ഓപ്ഷനിലാണ്. ബട്ടൺ ഷർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓപ്ഷനിലാണ് സ്പോർട്സ് ഓപ്ഷനിലാണ് വണ്ടി. 14 വണ്ടിയാണ്. ഓക്കെ, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 74,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഫുൾ പീരിയോഡിക് സർവീസ് എല്ലാം പോയിട്ടുണ്ടോ? കറക്റ്റ് ഒരു കുറച്ച് 2-3 സർവീസ് പുറത്തുനിന്നാണ്. നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ്. ഞങ്ങൾ കൊടുത്ത വണ്ടിയാണ് മുന്നേ. നമ്മൾ തിരിച്ചെടുത്തതാണ് വണ്ടി. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓക്കെ, 70 എത്ര പറഞ്ഞത്? 74,000 കിലോമീറ്റർ. 74,000 അല്ലേ? 2014 സ്പോർട്സ് ഓപ്ഷനിലാണ്. അതായത് അലോയ്സ് വരുന്നുണ്ട്. അലോയ് വരുന്നുണ്ട്. ബട്ടൺ ഷർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ വരും അല്ലേ? ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 4,35,000 രൂപ ചോദിക്കുന്നു. 2014 സ്പോർട്സ് ഓപ്ഷൻ അല്ലേ? 4,35 ഈ ഒരു 74,000 കിലോമീറ്റർ ഓടിയ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ പോളിഷ് ചെയ്യും. ഇതിപ്പോ ഇങ്ങനെയുള്ളതാ ചോദിച്ചത്, പോളിഷ് ആയിട്ടില്ല. നമുക്ക് നിലവിൽ എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഇവിടെ ഇടുന്ന സമയത്ത് എന്തായാലും പൊടി കാര്യങ്ങളൊക്കെ ഒരു റോഡ് സൈഡിലാണ്. ഓക്കെ, പോളിഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി കൊടുക്കാം. ലോൺ എത്ര രൂപ? ലോൺ നമുക്കൊരു 3.25 ലക്ഷം രൂപയോളം ലോണും കയറും. ഓക്കെ, ഒരു 10-60,000 രൂപ 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. മാത്രമല്ല ഒരു 11 to 14 ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. i20 ആണ്. പിന്നെ CNG ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എടുക്കുന്നുണ്ട് അല്ലേ? പെട്രോൾ i20 ഇപ്പോൾ. ഓക്കെ, അടുത്തൊരു വാഗണറാണ്. KL 5 കോട്ടയം വണ്ടിയാണ്. അതെ, കോട്ടയം. എങ്ങനെ ഡീറ്റെയിൽ ഇത് നമുക്ക് 2016 മോഡൽ VXI ആണ്. VXI അല്ലേ? 16 ഫുൾ ഓപ്ഷൻ ആണ്. 84,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 84. ഇത് പീരിയോഡിക് സർവീസ് എല്ലാം സർവീസ് ഒക്കെ പ്രോപ്പറാണ്. അതിൽ 79 സർവീസ് കഴിഞ്ഞു. ഇനി അടുത്ത 89 സർവീസ്. ഓക്കെ, നിലവിൽ റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത് നമുക്കൊരു ടയേഴ്സ് ഒക്കെ ആവറേജ് ഉള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ല. 2016 VXI ആണ്. അതെ, എത്ര ഇപ്പോൾ? നമുക്കൊരു 3,60,000 രൂപ കൊടുക്കും. 16 VXI അല്ലേ? 3,65. ഇപ്പൊ പറയുന്ന പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, 3,65 ചോദ്യം. ഒരു 3 lakh എന്തായാലും ലോൺ കിട്ടും. അതെ. ഓക്കെ, വാഗണറാണ്. ഒരു 13 to 17 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. അടുത്തത് സെഡാൻ കാറ്റഗറിയാണ്. മാരുതി സുസുക്കിയുടെ സിയാസ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ ഡെൽറ്റയാണ്. ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ബേസിൽ മേലെ വരുന്ന. ഓക്കെ, നിലവിൽ 45,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് 6,30,000 രൂപ. 6,35. 18 വണ്ടി. 18 മോഡൽ ഡെൽറ്റ. 6,35. ഓട്ടോ എത്രയാ? 45,000 സിംഗിൾ ഓണർ. 45,000 സിംഗിൾ ഓണർ. ഡെൽറ്റ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അങ്ങനത്തെ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. സിയാസ് ആണ്. വലിയ മെയിൻ്റനൻസ് ആയിട്ട് മേടിക്കണ്ട. പിന്നെ ഒരു വലിയ സെഡാൻ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടു നടക്കാനും പറ്റും. മെയിൻ്റനൻസ് കുറവായിരിക്കും. മൈലേജ് എത്ര കിട്ടും ഇതിന്? മൈലേജ് നമുക്കൊരു 14-15 ഉള്ളിൽ, 13-15 ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ തന്നെ നോർമൽ പെട്രോൾ വണ്ടീൻ്റെ മൈലേജ് ആണ് അല്ലേ? ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 5.5 രൂപയോളം എന്തായാലും കയറും. 5 ലക്ഷം വരെ കയറും. ഓക്കെ, അടുത്ത സിയാസ് ആണ്. ഒരു വൈറ്റ് കളർ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? നിലവിൽ 2014 മോഡൽ 15 രജിസ്ട്രേഷൻ VDI+ ആണ്. ഡീസലാണ്. VDI പ്ലസിലോട്ട് വരുമ്പോൾ എന്താ മാറ്റം വരുന്നത്? നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, VDI ആയിട്ട് വരുമ്പോൾ അല്ലേ? ഓക്കെ, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരും. 14 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. മൈലേജ് നല്ലോണം ഉണ്ടാവും. ഒരു 20യുടെ അടുത്തൊക്കെ എന്തായാലും കിട്ടും. മൈലേജ് ഉണ്ടാവും. ഓക്കെ, നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇപ്പോൾ 3rd ആണ് നിലവിൽ. 3rd ഓണർഷിപ്പ്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? നമുക്കൊരു 4.25 ലക്ഷം രൂപ കൊടുക്കാം. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ VDI പ്ലസ് 4,75,000 രൂപയ്ക്ക്
നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇതിൻ്റെ കിലോമീറ്റർ 97,000 കിലോമീറ്റർ. 97. സർവീസ് ഉണ്ടോ? സർവീസ് 88,000 വരെ കമ്പനിയിലുണ്ട്. ഒരു സർവീസ് പുറത്തുനിന്നാണ് അല്ലേ? ഓക്കെ. ലോണ് എത്ര കിട്ടും? ഒരു 4 ലക്ഷം രൂപ എന്തായാലും കിട്ടും. 4 ലക്ഷം എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഡീസൽ വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇതും പെട്രോൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു മെയിൻ്റനൻസ് ആയിട്ട് വലിയ പേടിക്കണ്ടല്ലേ? മാരുതി വണ്ടികളൊന്നും അങ്ങനെ ഒരു മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കണ്ട. അപ്പോൾ ഒരു ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. i10 ഗ്രാൻഡ് ആണ് അടുത്ത വാഹനം. KL 11 കോഴിക്കോട് വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? i10 2009 മോഡലാണ്. സ്പോർട്സ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്, ലോ ബഡ്ജറ്റുള്ള ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ. 80 ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ പേപ്പറിൻ്റെ അവസ്ഥ? പേപ്പർ പുതിയ പേപ്പറാണ്. 29 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. 29 വരെ. ഇനിയും 4 വർഷത്തേക്കുള്ള പേപ്പർ ഉണ്ട്. വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. 1,30,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. എത്രയാണ്? 1,30,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓട്ടോമാറ്റിക്കൽ ഒരു ചെറിയ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്കൊരു 1,85,000 കൊടുക്കാം. 1,85,000. 24 വരെ പേപ്പറുള്ള 2009 മോഡൽ. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ് അല്ലേ? സ്പോർട്സ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് i10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് കിട്ടൂലല്ലോ? ലോണ് പ്രയാസമാണ്. ഓക്കെ. 1,80,000 പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കൊരു ചെറിയ പ്രൈസിൽ ഓട്ടോമാറ്റിക് വണ്ടി 2 ലക്ഷത്തിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം റിനോ ഡസ്റ്റർ ആണ്. KL 72 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എല്ലാം മൊത്തത്തിലൊന്ന് പൊടി പിടിച്ച് കിടക്കാണ്. അതായത് റോഡ് സൈഡിൽ തന്നെയാണ് അല്ലേ? അതെ. മഴ പെയ്ത് തന്നെയാണ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ 85 ആണ്. 85 PS ആണ് അല്ലേ? 19 മോഡൽ കൊണ്ട് 20 രജിസ്ട്രേഷൻ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓക്കെ. 85 ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18, 19 ആ റേഞ്ച് മൈലേജ് കിട്ടും. വലിയ പണിയുമില്ല. 110 അപേക്ഷിച്ചിട്ട് വളരെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. മേജർ ക്ലെയിം അങ്ങനത്തെ ഫുൾ ഹിസ്റ്ററി ഉണ്ടോ ഇതിൻ്റെ? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പക്ഷേ ഒരു സർവീസ് പുറത്തായിരിക്കും. സിംഗിൾ ഓണർഷിപ്പ്? തേർഡ് ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 7 ലക്ഷം രൂപ ചോദിക്കുന്നു. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ. സോറി, 19 മോഡൽ 20 രജിസ്ട്രേഷൻ. കിലോമീറ്റർ 90,000 ഓടിയ 85 PS ഡസ്റ്റർ. ഓക്കെ. ഒരു 7 ലക്ഷം 6 വരെയൊക്കെ ലോൺ വരും എന്തായാലും കിട്ടും. 6.75 7 ലക്ഷം രൂപേൻ്റെ അടുത്ത് ലോൺ കിട്ടും. ലോണും കിട്ടും അല്ലേ? ഓക്കെ. മാനുവൽ ഡീസൽ മാനുവൽ. ഓക്കെ. അടുത്ത വണ്ടി കേട്ടോ. അടുത്ത വാഹനം ടിയാഗോ ആണ്. KL 54 വണ്ടി. പഴയ ഷേപ്പ് ടിയാഗോ അല്ലേ? 2019 മോഡലാണ്. ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. 19 അല്ല? സെക്കൻഡ് ഓണർഷിപ്പാണ്. XA ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. നിലവിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 50,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 50,000. സിംഗിൾ ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ്. എത്ര കൊടുക്കാതെ? നമുക്കൊരു 5 ലക്ഷം രൂപ കിട്ടും. 5 ലക്ഷത്തിന്. 2019 ഓട്ടോമാറ്റിക് ടിയാഗോ XA ഫുൾ ഓപ്ഷൻ. അല്ല, പ്ലസ് വരുന്നുണ്ടെന്നോ? അല്ലാതെ അല്ല, പ്ലസ് വരുന്നുണ്ട്. 19 തോന്നുന്നു. പ്ലസ് വരുന്നുണ്ട്. പ്ലസ് വരുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഒരു 4 ലോൺ വരുമോ? മാക്സിമം ഒരു 50 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് മതി. വേറെ വർക്കൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഓട്ടോമാറ്റിക് ആയാലും കുറച്ച് മൈലേജ് കിട്ടും. ഒരു 13-16 റേഞ്ചൊക്കെ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം അല്ല? വീണ്ടും ഒരു എലൈറ്റ് i20 ആണ്. KL 39. ഇത് ഡീസലോ പെട്രോളാണ്? പെട്രോൾ തന്നെയാണ്. ബേസ് മോഡൽ വന്ന പെട്രോളാണ്. അത് ശരി. 2014 മോഡൽ ഇറയാണ്. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 51,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. എത്ര ഓണർഷിപ്പ്? നമുക്ക് സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിളിൽ കിടക്കുകയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ലോ കിലോമീറ്റർ ഒരു i20 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. 2014 മോഡൽ ബേസ് ഓപ്ഷനാണ്. അഡീഷണൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. പെട്രോൾ തന്നെയാണ്. 11-14 ആ റേഞ്ച് മൈലേജ് ഉണ്ടാവും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഒരു 4 ലക്ഷം രൂപ. 4 ലക്ഷം. 2014 ബേസ് അല്ല? മാക്സിമം ലോണും കയറും. ഓക്കെ. വേറെ പണിയൊന്നുമില്ല. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഇന്നോവയാണ്. ഇത് നിങ്ങളുടെ സ്ഥിരം പൊസിഷനാണോ? ഈ ഭാഗത്താണ് ഇന്നോവയുടെ വലിയ വണ്ടികൾ നമ്മൾ ഫസ്റ്റിൽ ഫ്രണ്ടിലായിട്ട് അങ്ങനെ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഇന്നോവ ഓടിയായിരുന്നു. വൈറ്റ് കളർ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? നമുക്ക് 2013 മോഡൽ ആണ്. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. 1,88,000 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1,88. ഓക്കെ. ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. സെക്കൻഡ് മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബാക്ക് ഡോർ മൈനർ ക്ലെയിം ചെയ്തിട്ടുണ്ട് കുറെ മുന്നേ. പക്ഷെ വണ്ടി എടുത്ത സമയം മാറിയിട്ടുണ്ട്. ഓക്കെ. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. 2013 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആണ് അന്നത്തെ. ഓക്കെ. നമുക്കൊരു 9,35,000 രൂപ കൊടുക്കാം. കേരള വണ്ടി. ഒറിജിനൽ കേരള. 9,35 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു
എത്ര ആ റേഞ്ചിൽ ലോൺ? എത്രയല്ല, ഒരു 7 ലക്ഷം രൂപ 7.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 7.5 വരെ ഒരു 2 ലക്ഷം എന്തായാലും കാണാം അല്ലേ? അതെ അതെ അതെ. ഓക്കെ, 2 ലാക്സ് കാണാം. ഇതിറക്കാം. 13 ഒറിജിനൽ കേരള വണ്ടിയാണ്. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവർക്ക് മൊബൈൽ നമുക്ക് കൊടുക്കാം, അയച്ചു കൊടുക്കാൻ പറ്റില്ല PDF ആയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.